തിരുവനന്തപുരം നേമത്ത് വീട്ടിൽ പ്രസവത്തിനിടെ യുവതിയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ ഭർത്താവ് നയാസ് അറസ്റ്റിൽ. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് നടപടി. അക്യുപങ്ചർ ചികിത്സ നൽകിയ ആൾക്കെതിരെയും കേസെടുത്തേക്കും. നയാസിനെതിരെ ഗുരുതര ആരോപണമാണ് ബന്ധുക്കൾ ഉന്നയിച്ചത്. ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകാതെ വീട്ടിൽ പ്രസവിക്കാൻ ഭർത്താവ് നിർബന്ധിച്ചതിനെ തുടർന്ന് നേമത്ത് പ്രസവത്തിനിടെ യുവതിയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ നരഹത്യാ കുറ്റത്തിന് കേസെടുത്തു. ഭർത്താവ് നയാസിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ചോദ്യം ചെയ്യലിനു ശേഷം നയാസിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് യുവതി ഗർഭിണിയായതു മുതൽ ആശാപ്രവർത്തകർ വീട്ടിലെത്തി ആവശ്യപ്പെട്ടിട്ടും നയാസ് നിരസിച്ചതായി വാർഡ് കൗൺസിലർ ദീപിക വ്യക്തമാക്കി. മതിയായ ചികിത്സ കിട്ടിയിട്ടില്ല എന്നുള്ളത് 100% സത്യമാണ്. ആദ്യമായിട്ട് ഞങ്ങൾ കോൺടാക്ട് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം, ഇത് എൻ്റെ ഭാര്യ, എൻ്റെ കുഞ്ഞാണ്, എനിക്ക് ഇല്ലാത്ത ഉത്തരവാദിത്വം കൗൺസിലർ കാണിക്കേണ്ട എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അയാൾ. അപ്പോൾ ഈ കുട്ടിയെ കണ്ട് സംസാരിച്ചതിൽ അവർക്ക് എന്തൊക്കെയോ ഞങ്ങളടുത്ത്, ഒന്നാമത്തെ കാര്യം അവർക്ക് എന്തൊക്കെയോ ഞങ്ങളടുത്ത് പറയാനുണ്ട്. പക്ഷേ പറയാനുള്ളൊരു ഭയം, കാരണം ഇയാൾ തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ട്. ഇയാൾ ഫുൾ അവരെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു നിലയിലാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഹസ്ബൻഡിനെ ഇവരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നതിനോ ബാക്കി ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിനോ അയാൾക്ക് താല്പര്യമില്ല. പക്ഷേ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഇയാൾ ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയിട്ടായിരിക്കണം ഞങ്ങളെ വീട്ടിനകത്തോട്ട് കയറാനോ എനിക്ക് ചികിത്സ വേണ്ട, ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നില്ല, എന്നെ ഒന്ന് വെറുതെ വിടുമോ, ജീവിക്കാൻ വിടുമോ എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ സംസാരിച്ചത്. ഇവരുടെ മെയിൻ ഭയം എന്ന് വെച്ചാൽ ഇയാൾ എന്നെ ഉപേക്ഷിക്കും. നയാസിനെതിരെ ഗുരുതര ആരോപണമാണ് യുവതിയുടെ അച്ഛനും അമ്മയും ബന്ധുക്കളും ഉയർത്തിയത്. ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ മകൾ മരിക്കില്ലായിരുന്നുവെന്ന് പിതാവ് പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങൾ അത് അഞ്ചത്തിന് വേണ്ട കല്യാണം ഉണ്ടായിരുന്നു, 15 അപ്പോഴേ പറഞ്ഞു ഇങ്ങനെ ഗൾഫുണ്ട്, കാരണം വരാൻ പറ്റില്ല. ഒരു മാസമായിട്ട് ഇതിനു മുമ്പ് അങ്ങനെ അറിയില്ല. അപ്പം നമ്മൾ പറഞ്ഞു നമുക്കറിയേണ്ട സംഗതി. ഒരാൾ ഫോൺ വിളിച്ചെടുക്കില്ല മകള്, അപ്പം പിന്നെ ഫോൺ വിളിക്കില്ല. അങ്ങനെയൊക്കെ പ്രശ്നം. പിന്നെ വിളിച്ച് പിന്നെ 3-4 പ്രാവശ്യം വിളിച്ചു. അപ്പം പറഞ്ഞു ഭയങ്കര പണി തരുന്നു. ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞ കാര്യം പറഞ്ഞു. 7 മണിക്ക് വിളിച്ച് പറഞ്ഞു പിന്നെ മകൾക്ക് പ്രശ്നമാണ്, വണ്ടി വിളിച്ച് ഞാൻ വരുന്നത്. ഓപ്പറേഷൻ ചെയ്യുന്നതിന് കൃഷിക്കായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ പരിപാടിയില്ല. അതുപോലെ എൻ്റെ ഭാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാൻ തീരുമാനിക്കാനാണ് പറഞ്ഞു. കൊണ്ടുപോയി ഞാൻ തീരുമാനിക്കാനാണ് പറഞ്ഞു. നാട്ടിലോടൊക്കെ എൻ്റെ ഭാര്യ നിങ്ങൾക്ക് എന്താ ഇഷ്ടം, ഞാൻ ഇഷ്ടം കൊണ്ടുപോകും, ഇതിനെ കൊണ്ടുപോകും ഞാൻ കരുതി പറഞ്ഞു. അക്യുപങ്ചർ ചികിത്സ നൽകിയ ഡോക്ടറെയും പ്രതി ചേർക്കുന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ജനം, തിരുവനന്തപുരം.